أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا تدع مع الله إلها آخر فتكون من المعذبين. وأنذر عشيرتك الأقربين. واخفض جناحك لمن اتبعك من المؤمنين. فإن عصوك فقل إني بريء مما تعملون. وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1259 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 213 മുതൽ 220 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതകൂന മിനൽ മുഅദ്ദബീൻ. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. واخفض جناحك لمن اتبعك من المؤمنين. فإن عصوك فقل إني بريء مما تعملون. وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 213 മുതൽ 220 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് ശുഅറയുടെ അവസാന ഭാഗത്ത് സൂറത്തിന്റെ ആശയങ്ങളെയും അതിന്റെ പ്രമേയത്തെയും ഒക്കെ ഉപസംഹരിച്ചുകൊണ്ട് സാരസമ്പുഷ്ടമായ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മെ കേൾപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗം മുതൽ ആ സ്വഭാവത്തിലുള്ള ആയത്തുകളാണ് നമുക്ക് ഈ സൂറത്തിൽ കാണാൻ കഴിയുന്നത്. പിന്നിട്ട സുദീർഘമായൊരു ഭാഗം പൂർവകാല പ്രവാചകന്മാരും അവരുടെ സമൂഹങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പ്രവാചകന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കാൻ മുതിർന്ന ഘട്ടത്തിൽ അവർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായ പ്രതികരണവും നിരന്തരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷവും അവരുടെ നിഷേധ നിലപാടിൽ തന്നെ തുടർന്നപ്പോ അവർക്കെതിരിൽ അള്ളാഹു സ്വീകരിക്കുകയുണ്ടായ നടപടികളുമൊക്കെയാണ് വിവരിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഈ ഉപസംഹാരത്തിന്റെ ഈ അവസാന ഭാഗം നമുക്ക് നൽകപ്പെടുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും തന്നെ പിശാച് ഇറക്കിയതല്ല. ഏറ്റവും വിശ്വസ്തനായ റൂഹുൽ അമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് അതുമായി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് രേഖപ്പെടുത്തിയത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്ക് ജിബ്രീലാണ് എന്ന കാര്യം അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി.
ആ പ്രക്രിയയിൽ എവിടെയും തന്നെ പിശാചിന് കയറി ഇടപെടാൻ അവസരമുണ്ടായിരുന്നില്ല. അത് കേൾക്കാൻ പോലും പിശാചിന് അനുവദിക്കപ്പെടുകയുണ്ടായിട്ടില്ല. ഇന്നഹും അനിസ്സംഇ ലമഅ്സൂലൂൻ. അത് കേൾക്കുന്നതിൽ നിന്ന് എല്ലാ പിശാചുക്കളും അകറ്റി നിർത്തപ്പെട്ടവരാണ് എന്നാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അവസാനമായിട്ട് സൂചിപ്പിക്കപ്പെട്ട കാര്യം. പിശാചുക്കളുടെ ദുഷ്ടപ്രകൃതത്തിനോട് തിന്മയെയും മ്ലേച്ഛതയെയും ഒക്കെ പ്രചരിപ്പിക്കുകയും അതിനെയൊക്കെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്ന പൈശാചിക പ്രകൃതത്തോട് ഒരു നിലക്കും ചേർത്തു വെക്കാൻ പറ്റിയ കാര്യങ്ങളല്ല വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഗംഭീരമായ ആശയം അടങ്ങിയിട്ടുള്ള ആയാത്തുകളെ കേൾപ്പിക്കുക എന്നത് പിശാചുക്കളുടെ പ്രകൃതവുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു കാര്യമല്ല. അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യവുമല്ല. അള്ളാഹു മലക്ക് ജിബ്രീൽ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ഇത് രേഖപ്പെടുത്തുന്ന ആ പ്രക്രിയയിൽ എവിടെയും കയറി ഇടപെടാൻ പിശാചുക്കൾക്ക് സാധ്യവുമല്ല. കാരണം അതൊന്നും കേൾക്കാൻ പോലും അവസരം നൽകപ്പെടാത്ത വിധത്തില് അവര് അകറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മക്കയിലെ ആളുകള് നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ്. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകൾ വരുന്നത്. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന ചെയ്യുന്ന സ്വഭാവത്തിലാണ് ഈ ആയത്തുകൾ ഉള്ളത്. പ്രവാചകരെ, താങ്കൾ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ആരാധ്യനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന് പകരമായി ഒക്കെ മറ്റേതെങ്കിലും ഇലാഹുകളെന്ന് പരിഗണിക്കപ്പെടുന്നവയെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊരു കാര്യം താങ്കൾ ഒരു കാരണവശാലും ചെയ്തു പോകരുത്. ഇതാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രവർത്തനത്തിന് മുതിർന്നു. അപ്പോ അള്ളാഹു അത് വിലക്കി എന്ന നിലക്കല്ല ഈ കാര്യം ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന ചെയ്യുന്ന ശൈലിയിൽ വിശുദ്ധ ഖുർആന്റെ മുഴുവൻ ശ്രോതാക്കളെയും കേൾപ്പിക്കാൻ വേണ്ടി അള്ളാഹു വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെയൊന്ന് സംഭവിക്കുകയാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുന്നതല്ല എന്നതാണ് ഇവിടെ പകർന്നു നൽകപ്പെടുന്ന സന്ദേശം. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിനോടൊപ്പം മറ്റേതെങ്കിലും ആരാധ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഫതകൂന മിനൽ മുഅദ്ദബീൻ. അങ്ങനെ സംഭവിച്ചാൽ താങ്കൾ ശിക്ഷ ഏറ്റുവാങ്ങുന്നവരുടെ കൂട്ടത്തിൽ പെടും. ശിക്ഷ ഏറ്റുവാങ്ങുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വത്തില് പങ്കാളികളെ ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റു പലരെയും ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ശിർക്ക് എന്ന കൊടിയ പാപം പ്രവാചകരെ താങ്കൾ ഒരിക്കലും ചെയ്തുകൂടാ. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ തീർച്ചയായിട്ടും താങ്കൾ അത്തരം കൊടിയ പാപങ്ങൾ ചെയ്യുന്നവരെ പോലെ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ഏറ്റവും ഇഷ്ടദാസൻ അവസാന പ്രവാചകൻ അള്ളാഹുവിന്റെ ഹബീബാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കെ തന്നെ ഈ താക്കീത് മറ്റുള്ളവർക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകനും ബാധകമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് പോലും ഒരു വിട്ടുവീഴ്ചയും നൽകപ്പെടുകയില്ലാത്ത ഒരു വിഷയമാണിത് എന്ന കാര്യമാണ് ഇവിടെ
കൺവേ ചെയ്യപ്പെടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബും മെഹബൂബും ഒക്കെ ആയിരിക്കെ തന്നെ ഇത്തരം ഒരു സംഗതി അദ്ദേഹത്തിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകും എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അള്ളാഹുവിനോടൊപ്പം മറ്റ് ഇലാഹുകൾ ഉണ്ടെന്ന് സങ്കല്പിച്ച് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടാവരുത് എന്നാണ് ഇവിടെ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കൽ പോലും നുബുവത്തിന്റെ മുമ്പ് പോലും അങ്ങനെ ചെയ്തിട്ടില്ല. നുബുവത്ത് ലഭിച്ചതിന് ശേഷം അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല എന്നതാണ് വസ്തുത. എന്നിരിക്കെ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇത്രയും ഗൗരവത്തിൽ പറയുന്നത് വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന ആളുകൾക്ക് കാര്യങ്ങളിൽ വ്യക്തതയും തെളിമയും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റൊരു നിർദ്ദേശം അള്ളാഹു നൽകുകയാണ്. പ്രവാചകരെ, താങ്കൾ താക്കീത് നൽകുക, ഇൻദാർ നൽകുക, മുന്നറിയിപ്പ് നൽകുക. ആർക്കാണ്? അശീറത്തക്കൽ അഖ്റബീൻ, താങ്കളുടെ ഏറ്റവും അടുത്ത കൂട്ടുകുടുംബാദികൾക്ക്, താങ്കളുടെ അശീറത്തിന്, അതും ഏറ്റവും നല്ല അഖ്റബീനായ ഏറ്റവും ഖുർബത്തുള്ള കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് താങ്കള് താക്കീത് നൽകിക്കോളൂ. ഈ കാര്യം അവർക്ക് അറിയേണ്ടതുണ്ട്. അവരറിയുമ്പോഴേ ഈ കൊടിയ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അവരൊക്കെയും തന്നെ ശിക്ഷ ഏറ്റുവാങ്ങുന്നവരായി മാറും. താങ്കളുടെ കാര്യത്തിൽ മാത്രമല്ല, താങ്കളുടെ അടുത്ത ബന്ധുക്കളുടെ അഷീറത്തക്കൽ അഖ്റബീൻ, അഷീറത്തക്കൽ അഖ്റബീൻ എന്നാണ് ഇവിടെ പറയുന്നത്. അഷീറത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ, അൽ അഖ്റബീൻ ഏറ്റവും കുടുംബപരമായി ബന്ധമുള്ള രക്തബന്ധുക്കളായ ഒക്കെ ആളുകൾ, കൂട്ടുകുടുംബാദികളൊക്കെയും, അവർക്കൊക്കെയും ഇത് സംബന്ധമായിട്ട് താക്കീത് നൽകുക. അവരാരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറുന്നുവെങ്കിൽ തീർച്ചയായും അതിന് അവര് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അവര് ശിക്ഷ നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെടും. വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. മറ്റൊരു നിർദ്ദേശമാണ് തുടർന്നുള്ള ആയത്തിൽ നൽകുന്നത്. താങ്കളുടെ ചിറക് താങ്കൾ താഴ്ത്തി കൊടുക്കണം. താങ്കൾ ആർദ്രതയും കരുണയും കൃപാവായ്പും ഒക്കെ കാണിക്കണം. ആരോടാണ്? ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, താങ്കളെ പിൻപറ്റാൻ സന്നദ്ധരായി കൂടെ കൂടിയിട്ടുള്ള സത്യവിശ്വാസികൾക്ക് അവരോട് വലിയ കനിവും ആർദ്രതയും കൃപയും ഒക്കെ കാണിക്കണം. ഒരു പക്ഷി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ചിറക് വിരിച്ചു കൊടുക്കുന്നത് പോലെ സംരക്ഷണത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ചിറക് താങ്കളുടെ കൂടെ കൂടിയ വിശ്വാസികൾക്കായിട്ട് താങ്കൾ വിരിച്ചു കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. താങ്കളോടൊപ്പം ചേർന്നിട്ടുള്ള വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് താങ്കൾ കൃപാവായ്പ നൽകി, പരിഗണന നൽകി, താങ്ങും പിന്തുണയും ഒക്കെ നൽകി അവരെ ചേർത്ത് പിടിക്കണം. ഇതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. എന്നാൽ സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാത്ത ആളുകളെ താങ്കളുടെ കുടുംബമാണ്, രക്തബന്ധമാണ് എന്നതിന്റെ പേരിൽ അവർക്ക് ആ നിലക്കുള്ള പരിഗണന കൊടുത്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവർക്ക് കുടുംബ ബന്ധുക്കള്, രക്തബന്ധുക്കള് എന്നൊക്കെയുള്ള പരിഗണന തീർച്ചയായിട്ടും നൽകപ്പെടേണ്ടതുണ്ടെങ്കിലും ഈ ചിറക് വിരിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന ആർദ്രതയോടുകൂടി കനിവോടുകൂടി ഉള്ള ഒരു നിലപാട് അവരോട് സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ല. വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, വിശ്വാസമാർഗം സ്വീകരിച്ച് താങ്കളെ പിൻപറ്റാൻ സന്നദ്ധരായ ആളുകളുണ്ടല്ലോ,
അവർ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ചില സാന്ത്വന വാക്കുകൾ അവർക്ക് കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് താങ്കൾ അവരോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കുക. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഫൈന അസൗക, ഇനി ഈ ആളുകൾ അഷീറത്ത് അൽ അഖ്റബീൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ താങ്കൾ അഭിസംബോധന ചെയ്യുന്ന മക്കയിലെ ഈ പ്രബോധിത സമൂഹം, അവര് താങ്കളെ ധിക്കരിക്കുന്നുവെങ്കിൽ, താങ്കളെ അനുസരിക്കാൻ കൂട്ടാക്കാതെയാണ് അവര് മുന്നോട്ട് പോകുന്നത് എങ്കിൽ, ഫൈന അസൗക, എന്ന് പറഞ്ഞാല് ധിക്കാരമാണ്, അനുസരണക്കേടാണ്. ഫൈന അസൗക, ഇനി അവർ താങ്കളെ ധിക്കരിക്കുകയാണ് എങ്കിൽ, ആരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്? ഇവിടെ താക്കീത് നൽകാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചത് അഷീറത്ത് അൽ അഖ്റബീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകുടുംബാദികൾ, അവരിലെ വിശ്വാസമാർഗം സ്വീകരിച്ചവരെ തീർച്ചയായിട്ടും കനിവിന്റെയും ആർദ്രതയുടെയും ചിറക് വിരിച്ച് ചേർത്ത് പിടിച്ചു നിർത്തണം. എന്നാൽ അവര് വികാരികളായി മാറുന്നുവെങ്കിൽ, അനുസരണക്കേട് കാണിക്കാനാണ് അവര് മുതിരുന്നതെങ്കിൽ, ഫഖുൽ, അവരോട് പറഞ്ഞേക്കുക, ഇന്നീ ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങളുടെ സകല ചെയ്തികളുടെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ മുക്തനാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിലൊന്നും ഉത്തരവാദിത്തം ഏൽക്കാൻ ഞാൻ ആളല്ല. ഇന്നീ ബരീഉൻ, ഞാൻ നിരപരാധിയാണ്, മുക്തനാണ്, ഉത്തരവാദിത്തമില്ലാത്തവനാണ്. ഏത് കാര്യത്തിലാണ്? മിമ്മാ തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടുന്നത് അക്കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. എനിക്ക് ഉത്തരവാദിത്വമുള്ളത്, എനിക്ക് ആൻസറബിലിറ്റി ഉള്ളത് എന്നെ അനുസരിക്കുന്ന, എന്നോടൊപ്പം ചേർന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ്. നിങ്ങൾ എന്നെ അനുസരിക്കാതെ ധിക്കരിച്ചു കൊണ്ടുപോകുന്നുവെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു അവസ്ഥയിലും ഉത്തരം പറയാൻ ഞാൻ ആളല്ല, അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കാനും ഞാൻ ആളല്ല. ഞാൻ അക്കാര്യത്തിൽ നിന്ന് മുക്തനാണ്, ബരീ ആണ്. ഇതാണ് അവരോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ഈ ആളുകള് തീർച്ചയായിട്ടും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നത് മുകളിൽ സൂചിപ്പിക്കപ്പെടുകയുണ്ടായല്ലോ. ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഘട്ടത്തില് അവരൊക്കെയും തന്നെ ഞങ്ങളുടെ അടുത്ത ബന്ധുവായ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ശഫാഅത്ത് തേടിക്കൊണ്ടുവരും. തങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കണം, തങ്ങൾക്ക് അനുകൂലമായൊരു വാക്കെങ്കിലും പറയണം എന്നൊക്കെ പറഞ്ഞു. ആ ഒരു കാര്യം പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇവിടെ അള്ളാഹു വ്യക്തമാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. ഫൈൻ അസൗക, അവര് താങ്കളെ അനുസരിക്കാതെ മാറി നിൽക്കുന്നു, ധിക്കരിക്കുന്നുവെങ്കിൽ, ഫഖുൽ, അവരോട് പറയുക, ഇന്നീ ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങളുടെ സകല ചെയ്തികളിൽ നിന്നും ഞാൻ മുക്തനാണ്. അത് സംബന്ധമായിട്ട് ഒരു കാര്യത്തിലും ഉത്തരവാദിത്വമുള്ളവനല്ല ഞാൻ. വതവക്കൽ അലൽ അസീസിർ റഹീം, തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും അള്ളാഹു നിർദ്ദേശം നൽകുകയാണ്, താങ്കൾ ഭരമേൽപ്പിക്കുക ഏറ്റവും പ്രതാപവാനും ഏറ്റവും കാരുണ്യവാനുമായ അള്ളാഹുവിൽ, അൽ അസീസും അർ റഹീമുമായ പ്രതാപവും അജയ്യതയുമുള്ള അള്ളാഹുവിലും, കാരുണ്യവാനായ റബ്ബിൽ താങ്കൾ ഭരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു കാരണവശാലും വളരെ ലളിതമായ എളുപ്പമുള്ള ഒരു കാര്യമായിക്കൊള്ളണം എന്നില്ല. മനസ്സിന് വലിയ എടുക്കുണ്ടാവും, വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ആളുകള്, സമൂഹം മൊത്തത്തിൽ തന്നെ ശത്രുക്കളായിട്ട് താങ്കൾക്ക് നേരെ പാഞ്ഞടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ
തവക്കൽ വരമേൽപ്പിക്കുക. തവക്കൽ അലൽ അസീസ്, ഏറ്റവും പ്രതാപവാനായ ഏറ്റവും അജയ്യതയുള്ളവനായ അള്ളാഹുവില് വരമേൽപ്പിക്കുക. അള്ളാഹുവിനെ എല്ലാം അങ്ങ് ട്രസ്റ്റ് ചെയ്യുക. അവനാണ് ഏറ്റവും കാരുണ്യമുള്ളവൻ. അങ്ങനെയുള്ള റബ്ബില് എല്ലാം അർപ്പിക്കുക. അല്ലദീ യറാക ഹീന തഖൂം, ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ്? പ്രതിസന്ധികൾ തീർച്ചയായിട്ടും താങ്കൾ നേരിടേണ്ടി വരും. അപ്പോ എല്ലാ കാര്യങ്ങളും അസീസും റഹീമുമായ നിന്റെ റബ്ബില് വരമേൽപ്പിക്കുക എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ആ റബ്ബ് അല്ലദീ യറാക ഹീന തഖൂം, താങ്കൾ എണീറ്റ് നിൽക്കുമ്പോ താങ്കളെ കാണുന്നുണ്ട് അവൻ, താങ്കളെ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലദീ യറാക, താങ്കളെ കാണുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് അവൻ. എപ്പോ? ഹീന തഖൂമു, താങ്കൾ എണീറ്റ് നിൽക്കുമ്പോ. തഖൂമു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സമൂഹത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുന്ന ഒരു കാര്യമാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ രാത്രി നേരത്തൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ മുഴുകുന്നതിന് വേണ്ടി എണീറ്റ് നിന്ന് നമസ്കരിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കാം. അല്ലദീ യറാക ഹീന തഖൂം, താങ്കള് ഖിയാമത്ത് നടത്തുന്ന, എണീറ്റ് നിൽക്കുന്ന ആ കാര്യം നിർവഹിക്കുമ്പോ, താങ്കള് ദൗത്യം നിർവഹിക്കാൻ വേണ്ടി സമൂഹത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുന്ന ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ മുന്നില് പ്രാർത്ഥനാ നിരതനായിക്കൊണ്ട് എണീറ്റ് നിൽക്കുന്ന സന്ദർഭം, ഇതൊക്കെയും തീർച്ചയായിട്ടും താങ്കളെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നവനായ റബ്ബാണ് ഈ റഹീമും അസീസുമായ താങ്കളുടെ നാഥൻ. അവനിലാണ് താങ്കൾ ബരമേൽപ്പിക്കേണ്ടത്. അത് മാത്രമല്ല വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് നിർവഹിക്കുന്നവരുടെ ഇടയിൽ, സാഷ്ടാംഗം നമിക്കുന്നവരുടെ ഇടയിൽ താങ്കളുടെ ഇളക്കം, താങ്കളുടെ ചലനം നിരീക്ഷിക്കുന്നവനാണ് അവൻ. സുജൂദ് നിർവഹിക്കുന്ന ആളുകളുടെ ഒരു ശൃംഖല തന്നെ, അല്ലെങ്കിൽ എല്ലാ തലമുറകളിലും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ആളുകൾ ചരിത്രത്തിലുടനീളമുണ്ട്. ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ തലമുറ വരെയുള്ളവരുടെ കൂട്ടത്തില് സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നില് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് സുജൂദിന്റെ ആ കർമ്മത്തിൽ വീഴുന്ന ആളുകൾ, അതാണ് അള്ളാഹുവിനോട് ഏറ്റവും ഏറെ അടുപ്പം കാണിക്കുന്ന നിമിഷം. അത് അങ്ങനെ തന്നെ ഒരു സമൂഹമായിട്ട് അള്ളാഹുവിടെ പരിചയപ്പെടുത്തുകയാണ്. സാജിദൂൻ എന്നാണ്, സുജൂദ് നിർവഹിക്കുന്നവർ. ആ സുജൂദ് നിർവഹിക്കുന്നവരുടെ ഇടയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തഖല്ലുബ് അള്ളാഹു നിരീക്ഷിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തഖല്ലുബ് എന്നത് ഖൽബിന്റെ പിടയ്ക്കൽ എന്ന നിലക്ക് മനസ്സിലാക്കാം, ചലനാത്മകത എന്ന് മനസ്സിലാക്കാം, ചടുലത എന്ന് മനസ്സിലാക്കാം, പ്രവർത്തന നിരതത എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരുപാട് അർത്ഥസാധ്യതകൾ അതിനുണ്ട്. സുജൂദ് നിർവഹിക്കുന്നവർക്ക് വേണ്ടിയായുള്ള താങ്കളുടെ പിടച്ചിൽ എന്നും മനസ്സിലാക്കാം. വതഖല്ലുബക ഫിസ്സാജിദീൻ, സാജിദുകളുടെ കാര്യത്തില് താങ്കളുടെ ഹൃദയം പിടക്കുന്നതായിട്ട് അള്ളാഹു കാണുന്നുണ്ട്. അല്ലെങ്കിൽ സാജിദുകളുടെ കൂട്ടത്തില് താങ്കളുടെ സുജൂദ് നിർവഹിക്കുന്ന ഘട്ടത്തിലുള്ള ഹൃദയത്തിന്റെ പിടച്ചിൽ, അതല്ലെങ്കിൽ സുജൂദ് നിർവഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള താങ്കളുടെ നിരന്തരമായ പ്രയത്നങ്ങൾ, ഇതൊക്കെയും അള്ളാഹു കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ സുജൂദ് നിർവഹിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമാണ്. അള്ളാഹുവിനോട് വിനയാന്യതനായിക്കൊണ്ട് അവന്റെ മുന്നിൽ സുജൂദ് നിർവഹിക്കുന്ന
ആളുകളുടെ മുൻപന്തിയിലുള്ളത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാവാം ഈ സാജിദീൻ എന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പ്രവാചകൻ മുതൽ അവസാനത്തെ പ്രവാചകൻ വരെയുള്ള സുജൂദ് നിർവഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തില് ഹൃദയത്തിന്റെ വല്ലാത്ത പെടച്ചില് കാരണമായിട്ട് അള്ളാഹുവിനോടുള്ള ആ അർപ്പണത്തിന്റെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ആ നിലപാടിന്റെ ഒക്കെ റിഫ്ലക്ഷൻ ആയിട്ട് ആ പെടച്ചില് അത് ഏറ്റവും ഏറെ നിരീക്ഷിക്കപ്പെടാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് എന്ന് മനസ്സിലാക്കാം. ഇതിനപ്പുറത്തേക്കും ചില വിശദീകരണങ്ങളൊക്കെ മുഫസ്സിറുകൾ ഇതിന് നൽകാൻ ശ്രമിച്ചത് കാണാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ കുടുംബപരമായുള്ള ആ സിൽസില, ആ ശൃംഖല, ആദ്യത്തെ പ്രവാചകൻ തുടങ്ങി അള്ളാഹുവിന്റെ ഈ അന്ത്യപ്രവാചകന്റെ ദിവ്യ ചൈതന്യം അത് പ്രവാചകന്മാരുടെ നിരയിലൂടെ അങ്ങനെ ചാടിച്ചാടിയെത്തി അബ്ദുള്ളയുടെ മകനായി പിറവിയെടുക്കുന്നത് വരെയുള്ള ആ ഒരു ഡൈനമിക് ആയിട്ടുള്ള ചലന പ്രക്രിയയാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ചിലര് വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ കേവലമായ ഒരു വിശദീകരണം മാത്രമായിട്ടേ കാണേണ്ടതുള്ളൂ. ചില അർത്ഥസൂചനകൾ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചെന്നും വരാം. ഈ പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം സുജൂദ് നിർവഹിക്കുന്നവരുടെ ഇടയിലുള്ള താങ്കളുടെ തഖല്ലുബ്, താങ്കളുടെ ആ പിടച്ചില്, അത് ഹൃദയത്തിന്റെ പിടച്ചിലാവാം, അല്ലെങ്കിൽ സുജൂദ് നിർവഹിക്കുന്ന ആ സമൂഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന വെപ്രാളപ്പെടലും അവർക്കായുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ വ്യാപൃതനായിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയും ഒക്കെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന നിലക്ക് മനസ്സിലാക്കാം. ഒരുപാട് സാധ്യതകളുണ്ട്. എന്തായാലും സുജൂദ് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യം ഒന്ന് വേറിട്ട് നിൽക്കുന്നത് തന്നെയായിരുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു പിടച്ചില് കൊണ്ട് വേറിട്ട് കണ്ടിരുന്ന, ഒരു തഖല്ലുബ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കാൻ പറ്റുന്നതല്ലാത്ത വിധത്തിലുള്ള ഒരു സാന്നിധ്യമായിരുന്നു എന്നത് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു താങ്കള് നിന്ന് നമസ്കരിക്കുമ്പോഴോ കർത്തവ്യനിരതനാവുമ്പോഴോ മാത്രമല്ല, സുജൂദ് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നപ്പോ ഉള്ള താങ്കളുടെ തഖല്ലുബും അള്ളാഹു കാണുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നഹു ഹുവ സമീഉൽ അലീം, തീർച്ചയായിട്ടും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അള്ളാഹു. സുജൂദ് നിർവഹിക്കുന്നവരുടെ ഇടയിലുള്ള താങ്കളുടെ തഖല്ലുബ് അവൻ കാണുന്നുണ്ട്. താങ്കൾ എണീറ്റ് നിൽക്കുമ്പോ അത് എന്തെങ്കിലും കർത്തവ്യം നിർവഹിക്കാനാണെങ്കിൽ, അതല്ലെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടിയാണെങ്കിൽ, എന്തായാലും താങ്കൾ എണീറ്റ് നിൽക്കുന്ന ആ കാര്യം അത് അള്ളാഹു കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവൻ സമീഉം അലീമുമാണ്, കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. താങ്കളുടെ കർമ്മങ്ങള്, ചെയ്തികള്, പ്രവർത്തനങ്ങള്, താല്പര്യങ്ങള്, ആഗ്രഹങ്ങൾ, ഇതൊന്നും അള്ളാഹു അതിനെക്കുറിച്ച് അജ്ഞനല്ല. അള്ളാഹു അതിനെക്കുറിച്ച് അറിയാതെ പോകുന്നില്ല എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവിൽ പ്രവാചകരെ താങ്കൾ എല്ലാം ഭരമേൽപ്പിക്കുക, എല്ലാം അവനിൽ ഭരമേൽപ്പിക്കുക. ആരാണ് അവൻ? അതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. താങ്കളുടെ ഖിയാം അവൻ അറിയുന്നു. സുജൂദ് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തില് താങ്കളുടെ തഖല്ലുബ് അവൻ അറിയുന്നു. എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. ആ അള്ളാഹുവിൽ അവൻ അസീസും റഹീമുമാണ്. ആ അസീസും റഹീമുമായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്.
സൂറത്ത് ശുഅറയിലെ 213 മുതൽ 220 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന നിർദ്ദേശം കിട്ടിയതോടെ മക്കയിലെ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട എല്ലാ ഗോത്രങ്ങളിലെയും ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു താക്കീത് നൽകുന്നുണ്ട്. ഒരു പ്രഭാതത്തില് സഫാ മലയുടെ മുകളിൽ കയറി നിന്ന് ഹജ്ജും ഉംറയൊക്കെ നിർവഹിച്ച ആളുകൾക്ക് അറിയാവുന്നതാണ് സഫയും മറുവയും. അപ്പൊ സഫ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഭാഗങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് പറയുന്നുണ്ട്. യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ സന്തതികളെ, യാ അബ്ബാസ്, യാ സഫിയ അമ്മത്തി റസൂലില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിതൃ സഹോദരി സഫിയ, ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഇങ്ങനെ പലരെയുമായി പേര് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻഖിദു അൻഫുസകും, നിങ്ങളെ തന്നെ രക്ഷിക്കണം, മിനന്നാർ, നരകത്തിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ തന്നെ കാത്തുകൊള്ളണം. ഫഇന്നീ ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ, നിങ്ങളുടെ കാര്യത്തില് അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല, എനിക്കൊരു അധികാരവും അവിടെ ഇല്ല. നിങ്ങൾ ഓരോരുത്തരും തന്നെ നരകത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കണം. സലൂനി മിമ്മാലി മാശിഅ്തും, എന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ സാധിക്കുന്നത് തന്നേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ നിങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് എന്നോട് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, അബ്ബാസിന്റെ കുടുംബമേ, സഫിയ അമ്മത്തി റസൂലില്ല, ഫാത്തിമ ബിൻത് മുഹമ്മദ്, സ്വന്തം മകളെ കൂടി വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, നിങ്ങളെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കാൻ വേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം, എനിക്കതിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോ പ്രഭാതവേളയില് സഫയുടെ മുകളിൽ കയറി യാ സബാഹ് എന്ന് വിളിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയൊക്കെ ശ്രദ്ധ ആകർഷിച്ച് അങ്ങോട്ട് വരുത്തുന്നത്. ആ സമയത്ത് പ്രഭാതവേളയിൽ മലയുടെ മുകളിൽ കയറി നിന്ന ഒരാൾ അങ്ങനെ വിളിച്ചു പറയുന്നുവെങ്കിൽ അതിൽ വലിയ ഒരു അപായ സൂചനയുണ്ട് എന്നതാണ് അറബികളുടെ സംസ്കാരത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. വല്ല അപകടവും പതിയിരിക്കുമ്പോഴേ ആരെങ്കിലും അങ്ങനെ വെളുപ്പം കാലത്ത് അങ്ങനെ ചെയ്യുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയുടെ മുകളിൽ കയറി നിന്ന് ആളുകളെ വിളിച്ചു കൂട്ടുന്നത് യാ സബാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തൊരു ദുരിതപൂർണമായ പ്രഭാതമേ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ആളുകളൊക്കെ വട്ടം കൂടിയപ്പോ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഈ സഫാ മലയുടെ മറുവശത്ത് അതിഗംഭീരമായ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നു എങ്കിൽ, അങ്ങനെ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്നാണ് ചോദിച്ചത്. അവര് പറഞ്ഞു, താങ്കൾ വിശ്വസ്തനാണ്, ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഞങ്ങൾക്ക് അറിയുന്നിടത്തോളം താങ്കൾ ഒരിക്കൽ പോലും കളവൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കും എന്നാണ് അവര് സൂചിപ്പിച്ചത്. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഈ മലയുടെ മറുവശത്ത് ശത്രു സൈന്യം വന്നു നിൽക്കുന്നു എന്നതിനേക്കാൾ അപകടകരമായ ഒരു കാര്യം, അള്ളാഹുവിന്റെ ശിക്ഷയുടെ വക്കത്താണ് നിങ്ങളൊക്കെയും എത്തി നിൽക്കുന്നത്. അക്കാര്യത്തിൽ നിങ്ങൾ അടിയന്തിരമായി ജാഗ്രതയോടുകൂടിയുള്ള ഒരു തീരുമാനവും നിലപാടും സ്വീകരിക്കേണ്ടതുണ്ട്. അന്ത്യനാളിൽ മുത്തഖികൾ മാത്രമേ എന്നോടൊപ്പം ഉണ്ടാവുകയുള്ളൂ, മുത്തഖികൾക്ക് വേണ്ടി മാത്രമേ എനിക്ക് വല്ലതും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ദുഷ്ടന്മാരായി ജീവിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. നിങ്ങൾ എന്നെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ നേരെ നിന്ന് മുഖം തിരിക്കേണ്ടി വരും എനിക്ക് എന്നാണ്
താക്കീദിന്റെ സ്വരത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായത്. അപ്പോ ഈ ഒരു സംഭവം, ചരിത്ര സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു താക്കീത് നൽകുക, ഒരു പൊതു പ്രഖ്യാപനം എന്നുള്ള നിലക്ക് നിർവഹിക്കുന്നത് സൂറത്തു ശുഅറയിലെ വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ എന്ന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് എന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. സമാനമായ ആശയമുള്ള വേറെയും ചില സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ആ ഒരു സന്ദർഭവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കൂടി ഈ സംഭവങ്ങളെ മനസ്സിലാക്കാറുമുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.